ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് നമുക്കിൻ്റെ ഒരു കോളേജിലെ ഒരു ഫണി ട്രിപ്പ് ബ്ലോഗ് വീഡിയോ കണ്ടാലോ? ബൈ. ഞങ്ങളുടെ ടൂറിൻ്റെ സ്ഥലം എന്ന് പറഞ്ഞാൽ മൈസൂർ ടു കൂർഗ്. അതാണ് ഞങ്ങൾക്ക് പറഞ്ഞ സ്ഥലം ഞങ്ങളുടെ ടൂറിൻ്റെ. അപ്പം ഞങ്ങളുടെ ബസ് വരാനും ടൂർ പോകണതിൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാം. അപ്പോൾ ഞങ്ങൾ ബസ്സിൽ കയറി ഞങ്ങൾ എല്ലാവരും ഉറങ്ങി. അപ്പോൾ തന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ രാവിലെ ഒരു റെസ്റ്റോറൻറ്റിലെത്തി ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും ബസ്സിൽ നിന്ന് ഇറങ്ങി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. മസാല ദോശയാണ് ഞങ്ങളെല്ലാവരും ഓർഡർ ചെയ്ത്. അതൊക്കെ കഴിച്ച് നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് കഴിച്ചതിന് ശേഷം അവിടെ നിന്ന് ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മൈസൂർക്ക് പോകണ ഒരു ഓൺ ദ വേ ഒരു സീനറി ആണ് ഇത്. അപ്പോൾ അത് ഞാൻ ചുമ്മാ ഇരുന്നപ്പോൾ ഞാനൊന്ന് ഷൂട്ട് ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്തൊരു ക്ലിപ്പാണിത്. അതൊക്കെ ഇങ്ങനെ കണ്ട് ആ സീനറി എൻജോയ് ചെയ്ത് പാട്ടൊക്കെ കേട്ട് വണ്ടിയിൽ ഇങ്ങനെ പാട്ടൊക്കെ കേട്ട് എൻജോയ് ചെയ്ത് ഞങ്ങൾ പോവാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ലഞ്ച് കഴിക്കാനുള്ള സ്പോട്ടാണ്, ഡേ 1 സ്പോട്ടാണിത്. അപ്പോൾ ഞങ്ങൾക്ക് ബൊഫേ ആയിരുന്നു, ബിരിയാണി ആയിരുന്നു, ചിക്കൻ ബിരിയാണി, നല്ല അടിപൊളി ബിരിയാണിയും പിന്നെ അതുപോലെ അടിപൊളി ആംബിയൻസും ആയിരുന്നു. ഞങ്ങൾ എൻജോയ് ചെയ്തു. അത് കഴിഞ്ഞ് അവിടെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം അവിടെ നിന്ന് ഇറങ്ങി. അത് കഴിഞ്ഞ് ഇച്ചിരി ലൈറ്റ്. അപ്പോൾ ഞങ്ങളിതാ ഇവിടുത്തെ പാലസ് കണ്ടു. അപ്പോൾ നല്ല അടിപൊളി സീനറി കണ്ടു. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി, ബസ്സിൽ നിന്ന് ഇറങ്ങി ഞങ്ങളിത് കാണാൻ വേണ്ടി ഇറങ്ങി. അതെല്ലാവരും കണ്ട് അവിടെ നിന്ന് ഞങ്ങളുടെ ഡേ 1 സ്റ്റേ ചെയ്യാനുള്ള ഹോട്ടലിലെത്തി. അങ്ങനെ എത്തി. എല്ലാവരും അതിൻ്റെ എക്സൈറ്റ്മെൻറ്റാണ്, ഓരോരുത്തർക്ക് റൂം കിട്ടാനായിട്ടും ഓരോന്നായിട്ട്. അപ്പോൾ ഞങ്ങൾ റൂമൊക്കെ ഞങ്ങൾ കിട്ടി. ഓരോരുത്തർക്കും ഓരോ റൂമും കൊടുത്തു. മിറർ കണ്ടപ്പോൾ എല്ലാവരും മിറർ സെൽഫി എടുക്കാൻ നിന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ ഇറങ്ങി. അവിടുന്ന് ഹോട്ടലിൽ ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നതിൻ്റെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. ചായയും കോഫി, ചിലർക്ക് ചായ കുടിക്കണം എന്ന് തോന്നി, ചിലർക്ക് കോഫി കുടിക്കാൻ തോന്നി. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അതൊക്കെ കുടിച്ച് മിസ്സുമാരൊക്കെ കൂടി എൻജോയ് ചെയ്ത് സംസാരിച്ചൊക്കെ കുടിച്ച് അവിടെ ചായ കുടിച്ച് കോഫി കുടിച്ച് അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മിസ്സുമാരുടെ കൂടെ ഞങ്ങളുടെ മിസ്സുമാരാണ്, ഞങ്ങളുടെ ചൂടിയും ബാച്ച് കൊണ്ടിട്ടാണ് ഞങ്ങളെ. അപ്പോൾ ഞങ്ങൾ മിസ്സുമാരുടെ കൂടെ എൻജോയ് ചെയ്ത് സംസാരിച്ച് റൂമിലേക്ക് പോകുന്ന ഓൺ ദ വേ ഒരു വീഡിയോ ക്ലിപ്പാണ് ഈ കാണുന്നത്. 6 മണിക്ക് വീട്ടിൽ കയറുന്ന ആൾക്കാർ ഇപ്പോൾ സമയം 11. ഓക്കെ, അത് കഴിഞ്ഞ് ഞങ്ങൾ റൂമിലെത്തി. ആൻഡ് ഇതെന്ന് പറയുമ്പോൾ എൻ്റെ ഡേ 2 ഔട്ട്ഫിറ്റാണ്. ഞങ്ങൾക്ക് ഉള്ള ഔട്ട്ഫിറ്റാണിത്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് അവിടെ നിന്ന് ഇറങ്ങി സ്റ്റേയിൽ നിന്ന് ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേറെ സ്പോട്ടിലാണ്, റെസ്റ്റോറൻറ്റിൽ. അപ്പോൾ ഞങ്ങളെല്ലാവരും അവിടേക്ക് പോവാണ്. അവിടെ എത്തി കഴിഞ്ഞതിന് ശേഷം ഞങ്ങളെന്താ എല്ലാവരും ഒരേ ഇതിലിരുന്ന് ഞങ്ങളെല്ലാവരും ഓരോ സംഭവങ്ങൾ കഴിക്കുകയാണ്. ബൊഫയാണ്. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഫുഡ് കഴിച്ച് ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇറങ്ങിയ ശേഷം ഞങ്ങൾ പോകുന്ന ഡേ 2 സ്പോട്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊരു ടെമ്പിളായിരുന്നു. അപ്പോൾ ആ ടെമ്പിളിലേക്ക് പോകാനുള്ള വേണ്ടിയിട്ട് എല്ലാവരും കൂടി ഞങ്ങൾ നടക്കുകയാണ്. ഞാൻ ഇൻസൈഡ് വ്യൂ കാണിച്ചു തരാം. അപ്പോൾ മനസ്സിലാവും എവിടെയാണെന്നുള്ളത്. കണ്ടില്ലേ, ഇവിടെയാണ് ഞങ്ങൾ, ഈ ടെമ്പിളിലാണ് ഞങ്ങൾ കയറുന്നത്. അപ്പോൾ എല്ലാവരും ടീച്ചേഴ്സും ഈ ഫ്രണ്ടിൽ നടക്കുന്നതൊക്കെ ഞങ്ങളുടെ ടീച്ചേഴ്സും എൻ്റെ മുന്നേയൊക്കെ ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെയാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും നടന്ന് ഓരോരുത്തരും ഓരോ സൈഡിലൊക്കെ ഇങ്ങനെ കണ്ട് എൻജോയ് ചെയ്ത് ഇങ്ങനെ നടന്ന് ഞങ്ങൾ പോയി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫസ്റ്റ് ആ ടെമ്പിളിനുള്ളിൽ കയറി കഴിഞ്ഞാൽ ഫസ്റ്റ് സ്പോട്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ബേർഡ് സാഞ്ചുറി, ഉള്ളിൽ ബേർഡ്സ് സാഞ്ചുറി ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാണാനായിട്ട് ഞങ്ങളെല്ലാവരും പോവാണ്. Hello guys, we are going into bird sanctuary guys. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ബേർഡ് സാഞ്ചുറി ഉള്ളിൽ കിടക്കുകയാണ്. അപ്പോൾ ഇത് കാണാം. ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ കൂടി നടന്ന് അത് കഴിഞ്ഞ് ഞങ്ങൾ ബേർഡ്സിൻ്റെ ഒക്കെ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കയറി ഞങ്ങൾ ഓരോരുത്തരും എല്ലാവരും ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാമല്ലോ, എല്ലാവരും ഓരോ സംഭവങ്ങൾ ഇങ്ങനെ കണ്ട് എൻജോയ് ചെയ്ത് ഇങ്ങനെ നടക്കുകയാണ്. സംസാരിച്ചും പറഞ്ഞു കൊടുത്ത് അങ്ങനെ ഇങ്ങനെ നടക്കുകയാണ്. എല്ലാവരും കണ്ട ഈ വ്യൂ എൻജോയ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എൻ്റെ ഫ്രണ്ട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു തരികയാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇൻസൈഡിലുണ്ടായിരുന്നൊരു ടെമ്പിൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഉണ്ടായിരുന്നു. അത് ഞാൻ ഈ ക്ലിപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ ശേഷം ഞങ്ങൾ ദാഹിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കരിക്ക് വാങ്ങിച്ചു. പിന്നെ ഞങ്ങളെല്ലാം ഫ്രണ്ട്സ് എല്ലാവരും കൂടി പോപ്കോണിൻ്റെ സ്പോട്ട് കണ്ടു. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് പോപ്കോൺ, നല്ല ചൂട് പോപ്കോണൊക്കെ വാങ്ങിച്ച് അതും കഴിച്ചുകൊണ്ട് ഇങ്ങനെ സംസാരിച്ച് നടക്കുക. നല്ല ചൂട് പോപ്കോണാണ്. അത് കഴിഞ്ഞിട്ട് മൈസൂർ പാലസ് എത്തി. അപ്പോൾ ബസ്സിൽ നിന്ന് ഇറങ്ങി ബസ്സിൽ നിന്ന് ഇറങ്ങിയതിൻ്റെ ആ ഒരു വ്യൂ ആണ് നടക്കുന്ന സമയത്തുള്ളൊരു വ്യൂ.
ആ ഒരു ഇതാണ് കാണുന്നത്. സംഭവങ്ങളൊക്കെ സൈഡിൽ ഇങ്ങനെ നിൽക്കുന്നതിൻ്റെ സംഭവമാണ് കാണുന്നത്. പിന്നെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറി, പാലസിൻ്റെ ഉള്ളിൽ കയറി, നല്ല അടിപൊളി, ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായി. അത് കഴിഞ്ഞ് ഞങ്ങൾ പാലസിൻ്റെ ഉള്ളിൽ കയറി. അതിൻ്റെ ഒരു ക്യൂ ആണ്, കയറാൻ വേണ്ടിയിട്ടുള്ള ക്യൂ ആണ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത്. അപ്പോൾ ഇങ്ങനെ കയറി ഓരോ സ്ഥലത്തിൻ്റെ വീഡിയോസ്, ഇങ്ങനെ ഓരോ ക്ലിപ്പും ഞങ്ങളുടെ ഫ്രണ്ട്സ് ഞങ്ങളെല്ലാവരും കൂടിയൊക്കെ ഇങ്ങനെ കണ്ട് എൻജോയ് ചെയ്തതനുസരിച്ച് വീഡിയോ ഇങ്ങനെയൊക്കെ എടുത്ത് അങ്ങനെ ഉള്ളിൽ കയറി ഉള്ള സംഭവമാണ് നിങ്ങൾ ഈ കാണുന്ന വീഡിയോയിൽ. പിന്നെ ഈ വോളുള്ളത് അതിൻ്റെ ഇടയിൽ ഓരോ സംഭവങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് ഞങ്ങൾ ഓരോന്നിങ്ങനെ വായിച്ച് അത് കഴിഞ്ഞ് വേറെ ഇങ്ങനെ സ്റ്റെപ്പ് കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇങ്ങനെ കണ്ട് എൻജോയ് ചെയ്ത് സീനറി എൻജോയ് ചെയ്ത് കണ്ടാൽ നിങ്ങൾക്കത് ഇതിൽ കാണാം വീഡിയോയിൽ. എത്ര അടിപൊളി സ്ഥലമാണ്. ഇതിൻ്റെ ഇൻസൈഡ് വ്യൂ എന്ന് പറയുമ്പോൾ നല്ല അടിപൊളിയാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ ചെറുതായിട്ട് ഷോപ്പിംഗ് ചെയ്യാമെന്ന് വിചാരിച്ചു പുറത്ത്. അപ്പോൾ അതിനുള്ള ഇതൊക്കെയാണ് അവിടെ ഉള്ള സംഭവമാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത്. ഓരോരുത്തരും വീട്ടിലേക്ക് കൊണ്ടുപോകാനും വാങ്ങിക്കാനും ആയിട്ട് വാങ്ങിച്ചുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞ് ഞങ്ങൾ സെക്കൻഡ് സ്പോട്ടെത്തി, കാർ സ്റ്റേഷനിലേക്ക് എത്തി. അതാണ് നിങ്ങൾ ഈ കാണുന്നത് വീഡിയോയിൽ. ഞാൻ കുറേ അടിപൊളി കാർസ് കണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞങ്ങളുള്ളിൽ കയറി. ഓരോരുത്തരും കാറൊക്കെ കണ്ട് എന്തിൻ്റെ എക്സൈറ്റ്മെൻ്റ് ഒക്കെയാണ്. ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും അത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം എത്ര ഒരു എക്സൈറ്റ്മെൻ്റ് ആണ് ഇവർക്ക് എന്നുള്ളത്. അപ്പോൾ ഓരോ ഇതിനെ എടുത്തു. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ഇറങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളെല്ലാവരും ആ സംഭവത്തിൽ. അത് കഴിഞ്ഞ് എല്ലാ വീഡിയോയിൽ കാണും നിങ്ങൾക്ക് എക്സൈറ്റ്മെൻറ്റും. അവരെ ഓരോരുത്തരും ഓരോ സ്ഥലത്തും വീഡിയോ എടുക്കാനും കാർസ് കണ്ടതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലും ഇങ്ങനെ പോവുകയാണ്. അതൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഞങ്ങൾ കണ്ടെല്ലാം കഴിഞ്ഞ് ഇറങ്ങിയതിന് ശേഷം അവിടെ നിന്ന് ഇറങ്ങി ഓൺ ദി വേ നല്ല അടിപൊളിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഇത് ക്ലൗഡ്സ് ഇങ്ങനെ കണ്ടപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്യാൻ വിചാരിച്ചു. അത് ഞാൻ ഷൂട്ട് ചെയ്ത ക്ലിപ്പാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഏകദേശം നൈറ്റായി. അപ്പോൾ ഞങ്ങളൊരു വെളുപ്പിന് ഇത്രയായി. അപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ ചൂട് ചായയൊക്കെ വാങ്ങിച്ചൊരു സ്പോട്ട് ഇറങ്ങി ഞങ്ങൾ കുടിച്ച് എല്ലാവരും ഉണ്ടായിരുന്നു. ബസ് നിർത്തി എല്ലാവർക്കും ടയർഡ്നെസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാമെന്ന് വെച്ചു, എനർജി ഒന്നാവാനായിട്ട്. അത് കഴിഞ്ഞ് ഞങ്ങളുടെ നെക്സ്റ്റ് സ്പോട്ട് എത്തി. അവിടെ നിന്നിട്ട് ക്യാമ്പ് ഫയർ ഉണ്ടായിരുന്നു. ക്യാമ്പ് ഫയറിലൊക്കെ ഞങ്ങളെല്ലാവരും എൻജോയ് ചെയ്ത് എല്ലാവരും വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഇപ്പോൾ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം എല്ലാവരും വെയിറ്റ് ചെയ്ത് ഡാൻസ് ചെയ്യാനൊക്കെ തുടങ്ങി. ക്യാമ്പ് ഫയർ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എൻ്റെ ക്ലാസ്സിലൊരു ഫ്രണ്ടാണ്, അവൻ ഇങ്ങനെ ഓരോന്ന് പറയുകയാണ്. ഞങ്ങൾ എങ്ങനെ ഉണ്ടായിരുന്നു ട്രിപ്പ് എന്നുള്ളൊരു രീതിയിലുള്ള സംഭവങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നു. ഞങ്ങളെ ചൊടിയാണ് മിസ് ഓരോന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഞങ്ങളെല്ലാവരും കേൾക്കുകയാണ്. ഒരു ബാച്ചിന്റെ കൂടെ ടൂർ പോവാൻ ശരിക്കും തോന്നിയിട്ടില്ല. നമുക്കൊരു കണക്ട് വരില്ലേ കുട്ടികളായിട്ട്. ആൻഡ് എൻ്റെ കരിയറിൽ ആദ്യമായിട്ടാണ് ഒരു ബാച്ചിനെ സെം 1 തൊട്ട് സെം 6 എപ്പോഴും സ്വിച്ചിങ് ആണ്. ഒന്നെങ്കിൽ ഓഡ് സെം ആയിരിക്കും അല്ലെങ്കിൽ ഈവൻ സെം ആയിരിക്കും. സോ ഫസ്റ്റ് ടൈമാണ് എൻ്റെ കരിയറിൽ ഒരു ക്ലാസ്സിനെ. സോ എനിക്ക് നിങ്ങളെ ഹെഡ് ടു ടോ അറിയാം. നിങ്ങൾ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും പറയണ കാര്യങ്ങളും പറയാത്ത കാര്യങ്ങളും എനിക്ക് ഐ നോ ഓൾ ഓഫ് യു ഇൻസൈഡ് ഔട്ട്. യെസ്. പിന്നെ എനിക്ക് ആരുടെയും പേരെടുത്ത് പറയാൻ അതിൻ്റെ ആവശ്യമില്ലല്ലോ. അച്ഛൻ ഇവിടെ വളരെ കറക്റ്റായിട്ടൊരു കാര്യം പറഞ്ഞായിരുന്നു, നമ്മളെല്ലാം ഓരോ സൈലോസിലാണ് എന്നുള്ളത്. അതൊക്കെ വിടുക. ഹാർഡ്ലി യു ആർ കമ്മിങ് ടു. അങ്ങനെ ഞങ്ങളുടെ മാം സംസാരിച്ച് കഴിഞ്ഞ് ഞങ്ങളുടെ ആക്കൗണ്ടൻറ്റ് മിസ്സും സംസാരിച്ച് ഓരോന്നിങ്ങനെ സംസാരിക്കും. എല്ലാവരും നല്ല ഫണ്ണായിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഞങ്ങളിങ്ങനെ സംസാരിച്ച് ഓരോന്ന് സംസാരിക്കുന്നത്. പിന്നെ ഞങ്ങൾ ക്ലാസ്സിൽ ഓരോരുത്തരെയൊക്കെ വിളിച്ച് അവരുടെ ഒരു ഓവറോൾ എക്സ്പീരിയൻസും ഫൈനൽ ഇയർ അവസാനത്തെ ട്രിപ്പൊക്കെ ഇല്ല, അപ്പോൾ എല്ലാവരുടെ ഒരു ഇതൊരു എക്സ്പീരിയൻസ് അങ്ങനെയൊക്കെ ചോദിച്ച് പാട്ടൊക്കെ പാടി ഞങ്ങളിങ്ങനെ അറിയിക്കുകയാണ്. അപ്പോൾ ഓരോരുത്തരുടെ എക്സ്പീരിയൻസ് ആണ് ഇവിടെ പറയുന്നത്. പിന്നെ എന്നെ വിളിച്ചു, എന്നോട് ഡയറി തന്നത്. അപ്പോൾ അതിൻ്റെ ഈ ക്ലിപ്പാണ് കാണുന്നത്, ഈ വീഡിയോയിൽ ഓരോന്ന് കാണിക്കുന്നത്. അത് ഫ്രണ്ട്സ് പറഞ്ഞിട്ടൊരു ഡയറി തന്നു, അതിപ്പോൾ ചെയ്യണം. അപ്പോൾ അത് ചെയ്യണതിൻ്റെ ഒരു ഇതും ആ ക്ലിപ്പാണ് കാണുന്നത് നിങ്ങളിതിൽ. അതപ്പോൾ
ലൈവ് ഇടാനൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പം ഓരോന്ന് ഓരോ നേരത്തെ ഓരോ ടൈം തന്നു. അപ്പോൾ അതൊക്കെ എന്താ പറയുക ചെയ്യാൻ പറഞ്ഞു. അതൊക്കെ ചെയ്യാനായിട്ടുള്ള ഒരു ഇതാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ അതൊക്കെ ക്യാമ്പ് ഫയറും ഞങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ ടൈമായി. അപ്പോൾ ഡിന്നറൊക്കെ കഴിച്ചു. ഫുഡ് കണ്ടല്ലോ. അപ്പോൾ അതൊക്കെ കഴിച്ച് ഇത് ഡേ 3-ത്തെ എൻ്റെ ഔട്ട്ഫിറ്റാണ്. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ അതിൻ്റെ ഒരു ഔട്ട്ഫിറ്റും ഇതാണ് നിങ്ങൾ കാണുന്നത്. അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ട് ഇങ്ങനെ വീഡിയോയിൽ ഇങ്ങനെ പറയാം. അപ്പം ഞങ്ങളിതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഡേ 3-ത്തെ വേറെ സ്പോട്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ ക്യൂ ആണ് കാണുന്നത്, ബൊഫയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു ഡേ 3-യുടെ ഫസ്റ്റ് സ്പോട്ട് എന്ന് പറഞ്ഞാൽ ഗോൾഡൻ ടെമ്പിൾ ആയിരുന്നു. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് നടക്കുകയാണ്. ഞങ്ങൾ നടന്നിങ്ങനെ പോവുകയാണ് അതിൻ്റെ ഉള്ളിലേക്ക്. ഇതാ അപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ വീഡിയോയിൽ നടന്ന് നിങ്ങളെല്ലാവരും ഇതാ എല്ലാവരും ഓരോ സൈഡും ഇങ്ങനെ കണ്ട് എൻജോയ് ചെയ്ത് ഇൻസൈഡ് എത്തി. ടെമ്പിളിൻ്റെ ഗോൾഡൻ ടെമ്പിളിൻ്റെ ഇൻസൈഡ് ഏരിയയിൽ ഞങ്ങൾ എത്തി. ഇതാ നടന്ന് അങ്ങനെ പോവുകയാണ്. നടന്ന് ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് പോവാണ്. അപ്പം ഞങ്ങൾ ഗോൾഡൻ ടെമ്പിളിൻ്റെ ഉള്ളിൽ കയറാൻ പോവുകയാണ്. അപ്പോൾ ഇതാ കയറി നല്ല അടിപൊളി. എനിക്ക് ഭയങ്കര ഇഷ്ടമായി കയറിയപ്പോൾ ഒരു പീസ് ഒരു സംഭവം കയറി. പക്ഷേ ഒരു ഇത് ഫീൽ ചെയ്തു. അടിപൊളി. ടെമ്പിളിൻ്റെ ഇൻസൈഡ് നല്ല അടിപൊളി രസമായിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാം. അത് കഴിഞ്ഞിട്ട് ഇതാ ഞങ്ങൾ ഉള്ളിൽ കയറിയതിൻ്റെ ഒരു ചെറിയൊരു ക്ലിപ്പാണ് അത് കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും അവിടെ ഇരുന്നു. എല്ലാവരും അത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ കുറേ പേരൊക്കെ ഇരുന്ന് അവിടെ ഞങ്ങൾ മുകളിലൊക്കെ അത് കണ്ടു. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് ഒരു ചെറിയ ക്ലിപ്പ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചെറിയൊരു ഷോപ്പിംഗ് അവിടെ കണ്ടപ്പോൾ ചെയ്യാന്ന് വെച്ചു. അപ്പോൾ ഞങ്ങൾ അതൊക്കെ ഞങ്ങൾ കീച്ചീനും ഓരോ സംഭവം ഓരോ സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ അവിടെ ഈ ടെമ്പിളിൻ്റെ ഉള്ളിൽ ഒരു ഷോപ്പിംഗ് സ്പോട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടതാ എല്ലാവരും വാങ്ങിക്കുകയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഞാൻ ചുമ്മാ ഓരോന്നിങ്ങനെ ഷൂട്ട് ചെയ്യാണ്. ബ്രേസ്ലെറ്റ്സും ഓരോ സംഭവങ്ങളുണ്ടായിരുന്നു. അതാ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം. അടിപൊളിയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാനും കുറച്ച് ഷോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് എടുത്തിട്ടില്ല ഞാൻ വീഡിയോ. ബട്ട് തൽക്കാലത്തേക്ക് ഇപ്പോൾ ഇത് എൻജോയ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഗോൾഡൻ ടെമ്പിളിൻ്റെ അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി കഴിഞ്ഞിട്ട് ഇതാ ഞങ്ങളുടെ അടുത്ത സ്പോട്ട് എന്ന് പറഞ്ഞാൽ ബാംബു ഫോറസ്റ്റിലേക്കാണ്. ബാംബു ഫോറസ്റ്റിലേക്ക് പോവാണ് ഒരു ക്ലിപ്പാണ് വീഡിയോ. എല്ലാവരും ഞങ്ങൾ നടന്ന് അങ്ങോട്ട് എത്തുകയാണ്. ക്ലാസ്സിലെ പിള്ളേരൊക്കെ ആയിട്ട് നടന്ന് ഞങ്ങൾ അവിടെ എത്താനുള്ളൊരു ഇതാണ് നിങ്ങൾ ഈ കാണുന്നത്. നടന്നതാ എത്തി. ഞങ്ങളവിടെ എത്തി കഴിഞ്ഞതിന് ശേഷം എന്താ പറയുക ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യും എല്ലാവർക്കും വരാൻ. വന്നു കഴിഞ്ഞതിന് ശേഷം ഞങ്ങളിതാ ബ്രിഡ്ജിലേക്ക് ഇങ്ങനെ കിടക്കാൻ പോവാണ്. ഇത് ബ്രിഡ്ജിൽ കയറുമ്പോഴുള്ള ഒരു സൈഡിലുള്ള സീനറീസിൻ്റെ ക്ലിപ്പാണ് ഇത് നിങ്ങൾ കാണുന്നത്. കുറേ ആൾക്കാർ അവിടെ വന്നിട്ടുണ്ട് കാണാനായിട്ട്. ഹൗസ് ബോട്ടും അങ്ങനെ ഓരോരോ സംഭവങ്ങളുണ്ട്. അതൊക്കെ ഞങ്ങൾ അവിടെ എത്തി. അങ്ങനെ ഞങ്ങൾ അറ്റത്തെത്തി. അങ്ങനെ എത്തി ഞങ്ങൾ ബ്രിഡ്ജ് കടന്നു കഴിഞ്ഞു. അതിൻ്റെ സൈഡിൽ ഓരോ നല്ല ചെറിയ ചെറിയ ക്ലിപ്സും സംഭവങ്ങളൊക്കെയാണ് ഞാൻ ഈ കാണിക്കുന്നത്. അങ്ങനെ പാലം കടന്നു. അല്ല സാറവിടെ എന്നോട് എൻ്റെ ബാക്കിൽ വിളിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിൽ ഞാൻ ഫോട്ടോസ് എടുക്കാനും എവിടെ എടുക്കണം അങ്ങനെ അങ്ങനെയൊക്കെ ഒരു ഇതിലാണ്. ഇത് മൈൻഡ് ചെയ്ത ജസ്റ്റ് പറയാൻ അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് നടന്ന് ഞങ്ങൾ പോവുകയാണ് എല്ലാവരും കൂടിയിട്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഉള്ളിൽ കയറിയ ശേഷം ഞങ്ങൾ ട്രീ ഹൗസ് ഉണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ട്രീ ഹൗസിൽ കയറിയതിൻ്റെ ഒരു
ഇതാണ് ഈ വീഡിയോയിൽ കാണുക. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി വേറെ ഒരു സ്ഥലത്തേക്കുള്ള സ്പോട്ടിലേക്കുള്ള നമുക്കാണ് കാണുന്നത് നിങ്ങൾ. അപ്പോൾ ഞങ്ങളിതാ എത്തി സ്പോട്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ഷോപ്പിംഗ് ടൈം ആയിരുന്നു. ഞങ്ങൾക്ക് ഡേ 3-ലെ അവസാനത്തെ ഒരു ഇത് ആയിരുന്നു, ഷോപ്പിംഗ് ആയിരുന്നു. അപ്പോൾ ഞങ്ങളിതാ എല്ലാവരും ഓരോരുത്തരും അവർക്ക് ഇഷ്ടമുള്ള സംഭവങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് ഇങ്ങനെ ഓരോ കടയിൽ ഇതാ കയറുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാം. അത് കഴിഞ്ഞ് വാങ്ങിച്ചെല്ലാം ഇറങ്ങിയ ശേഷം കുറച്ച് രാത്രിയൊക്കെ ആയി. പിന്നെ ട്രിപ്പിൻ്റെ അവസാനമായി തുടങ്ങി ഞങ്ങളുടെ തിരിച്ചു പോകാനുള്ളതായിട്ട്. പിന്നെ ഇതാ ഞങ്ങൾ ബസ്സിലിങ്ങനെ പാട്ടൊക്കെ വെച്ച് എല്ലാവരും എൻജോയ് ചെയ്ത് ബാക്കി നിങ്ങൾക്ക് ഇതിൽ കാണാം എത്ര എൻജോയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെന്നും എല്ലാവരും എത്ര ട്രിപ്പ് എൻജോയ് ചെയ്തു എന്നുള്ളതൊക്കെ കാണാം. പിന്നെ ഞങ്ങളെല്ലാവരും ഇങ്ങനെ പാട്ടിട്ട് വണ്ടിയിൽ ബസ്സിൽ ഡാൻസൊക്കെ ഇങ്ങനെ ചെയ്ത് എൻജോയ് ചെയ്ത് കുറച്ച് പേരൊക്കെ ഇങ്ങനെ ടയർഡായിരുന്നു. അപ്പോൾ അവരൊക്കെ ഇരുന്ന് ബാക്കിയുള്ളവരൊക്കെ എൻജോയ് ചെയ്യാണ്. അത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ എന്താ അപ്പോൾ എല്ലാവരും നമ്മുടെ അവസാനത്തെ ആ ട്രിപ്പിൻ്റെ ഒരു ഇതിൻ്റെയാണ്. പിന്നെ അപ്പോൾ ഇന്നത്തേക്ക് എത്രയുള്ളൂ ഗൈസ്. ബൈ.